സോ അതുകൊണ്ടാണ് മെയിൻ സ്ട്രീം മൂവീസിൽ മെയിൽ ക്യാരക്ടേഴ്സിനെയും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഡിഫറൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഹീറോ എങ്ങനത്തെ ആളാണെങ്കിലും ഹീറോയിൻ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ നിൽക്കുന്ന ആളായിരിക്കും. ആൻഡ് ഇതിന് കാരണം നമ്മളുടെ സൊസൈറ്റിയിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ബയാസ് ആണ്. ട്രഡീഷണലി ഒരു മെയിൽ ക്യാരക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ ബുദ്ധി, സക്സസ്, തമാശ, പവർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പ്രൈമർലി ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ ബ്യൂട്ടി വെച്ചിട്ടാണ്. ഇത് നമ്മളുടെ മെയിൻ സ്ട്രീം മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതിന് കാരണം മൂവീസൊക്കെ ട്രഡീഷണലായിട്ട് ഹെട്രോസെക്ഷൽ മെയിൽ ഗെയ്സിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാര്യം എന്തെന്നാൽ ആദ്യകാലങ്ങളിൽ മെയിൽസ് ആയിരുന്നു മൂവി മേക്കിംഗ് പ്രോസസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ടാർഗറ്റഡ് ഓഡിയൻസും മെയിൽസ് ആയിരുന്നു. ഈ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഫീമെയിൽ പോർട്രയലിനെയാണ് ഫിലിം തിയറിസ്റ്റും ഫിലിം മേക്കറൊക്കെ ആയിട്ടുള്ള ലോറ മൽവേ മെയിൽ ഗേസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു തിയറി അനുസരിച്ച് മെൻ എന്ന് പറയുന്നത് ഒരു മൂവിയുടെ ആക്റ്റീവ് വ്യൂവേഴ്സ് ആയിട്ടും വിമനെ ഒരു കാഴ്ചവസ്തുവായിട്ടുമാണ് കാണുന്നത്. അതേപോലെ തന്നെ ടാർഗറ്റഡ് ഓഡിയൻസ് മെയിൽസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പലതരത്തിലും തലത്തിലും സ്വഭാവവും ഒക്കെയുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും മെയിൽസിനെ പ്രസന്റ് ചെയ്യുന്നത്. ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് പോലെ മിക്ക മെയിൻ സ്ട്രീം മൂവീസിലും നമ്മൾ മെയിൽ ക്യാരക്ടേഴ്സിനെ ഒരു ബീസ്റ്റ് ആയിട്ടോ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാത്തതോ അല്ലെങ്കിൽ ബ്യൂട്ടി ഒരു പ്രൈമറി കോൺസെപ്റ്റ് അല്ലാത്തതോ ആയിട്ടാണ് കാണുന്നത്. അതായത് മെയിൽ ക്യാരക്ടേഴ്സിന്റെ കാസ്റ്റിംഗിൽ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. അവരുടെ ക്യാരക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഫ്ലോസും ഉണ്ട്, ഡൈവേഴ്സിറ്റീസും ഉണ്ട്. അതേസമയം ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ബ്യൂട്ടി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് അവരുടെ പ്രൈമറി ക്യാരക്ടർ ഈസ് നത്തിങ് ബട്ട് സ്റ്റേയിങ് ഇൻ ദ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്. ഈ ഒരു കാരണത്താൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ആകപ്പെടുന്നു. അതേപോലെ തന്നെ സെക്ഷുവലൈസേഷൻ, ഒബ്ജക്ടിഫിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാ മൂവീസിലും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ മിക്കതിൽ ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിക്കാറുണ്ട്. സ്ത്രീകളുടെ പ്രസൻസ് നമുക്കിന്ന് ഫിലിം ഇൻഡസ്ട്രി കാണാനായിട്ട് പറ്റും. സോ ഒരു ഡൈവേഴ്സിറ്റി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഐഡിയയിൽ റെപ്രസെന്റ് ചെയ്യാത്ത ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ മാഡ് മാക്സിലെ ഫ്യൂരിയോസ, ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രിയാൻ ഓഫ് ടാർക്ക്, അങ്ങനെ